പൃഥ്വിരാജ് തന്നെ ആദ്യമായി വിളിക്കുമ്പോൾ സുകുമാരന്റെ മകൻ എന്ന സ്നേഹമായിരുന്നു തനിക്ക് പൃഥ്വിരാജിനോട് ഉണ്ടായിരുന്നത് എന്നും സിനിമയെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന കാലത്ത് സുകുമാരന്റെ സിനിമകൾ ആവേശത്തോടെ കണ്ട തലമുറയായിരുന്നു തങ്ങളുടേത് എന്നും രഞ്ജിത്ത് പറഞ്ഞു. വിദ്യാഭ്യാസമുള്ള കോളേജ് അധ്യാപകനായ നടൻ, കമ്മ്യൂണിസ്റ്റുകാരനായ അഭിനയ നേതാവ് തുടങ്ങിയവയെല്ലാം സുകുമാരനോട് മാനസികമായി അടുപ്പം തോന്നാനുള്ള കാരണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള സിനിമയിലെ രാജുവിന്റെ വളർച്ച അച്ഛൻ മകനെ നോക്കുന്നത് പോലെ ഞാൻ കാണുകയായിരുന്നു. നന്ദനം ചിത്രീകരിക്കുമ്പോൾ തന്നെ രാജുവിനെ തേടി വേറെയും സിനിമകൾ വന്നു. വിദേശ പഠനം അവസാനിപ്പിച്ച് അവൻ സിനിമയ്ക്കൊപ്പം ചേർന്നു. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയുള്ള വളർച്ചയായിരുന്നു അവൻ്റേത്. അഭിനയത്തിനപ്പുറം രാജു സിനിമയുടെ മറ്റു മേഖലകളിൽ കൂടി പടർന്നു കീറുമെന്ന് എനിക്കറിയാമായിരുന്നു. സിനിമയോട് ചേർന്നുള്ള അവന്റെ യാത്ര അങ്ങനെയായിരുന്നു. പല ടെക്നീഷ്യന്മാർക്കും ഇവൻ ശല്യമായിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവനെ തൃപ്തിപ്പെടുത്താൻ പാകത്തിലുള്ള ഉത്തരങ്ങൾ നൽകുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. രാവണ പ്രഭു ചെയ്തു നിൽക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയിലാകും രാജു അന്നെന്നെ കാണാൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയത്. എന്നാൽ സുകുവേട്ടന്റെ മകൻ എന്ന സ്നേഹമായിരുന്നു രാജുവിനെ വിളിക്കുമ്പോൾ മുതൽ എന്റെ മനസ്സിൽ. സിനിമയെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന കാലത്ത് സുകുവേട്ടന്റെ സിനിമകൾ ആവേശത്തോടെ കണ്ട തലമുറയായിരുന്നു ഞങ്ങളുടേത്. വിദ്യാഭ്യാസമുള്ള കോളേജ് അധ്യാപകൻ, നടൻ, കമ്മ്യൂണിസ്റ്റുകാരനായ അഭിനയ നേതാവ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തോടുള്ള മാനസിക അടുപ്പത്തിന് കാരണങ്ങൾ പലതായിരുന്നു, രഞ്ജിത്ത് പറഞ്ഞു.